ഗൈസ്, ഞാൻ സവി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. നമ്മൾ വീട് പണിയാൻ പോവാണ് ഗൈസ്. അപ്പം നല്ല അടിപൊളി വീടായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രുതിയുടെ ഒരു ഇൻട്രോയിൽ നമ്മൾ മാറ്റിപ്പിടിച്ച് എൻ്റെ പേര് മാറ്റി ഞാൻ അതിന് മുമ്പേ നമുക്ക് ഈ സാപ്ലിംഗ് എല്ലാം ഇവിടെ നെട്ട് വെച്ചേക്കാം. ഗൈസ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഡ്രിഫ്റ്റ് പോളില്ലേ ഗൈസ്, അത് പകുതിയായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, വലിയ ബഗ് അടിച്ചിരിക്കും. ഓക്കെ, ഞാനത് 2 ദിവസമായിട്ട് കയറിയില്ലായിരുന്നു. നിങ്ങൾ വീഡിയോയുടെ ഇത് കണ്ടാൽ നിങ്ങൾക്കറിയായിരിക്കും. ഓക്കെ, ഇവിടെ കുറേ കോള് ഇരിപ്പുണ്ട്, അയൺ ഇരിപ്പുണ്ട്, കോൾ ബ്ലോക്ക് ഇരിപ്പുണ്ട്, ബ്ലോക്ക് ഓഫ് കോള്. ഇത് മറ്റേ അത് തന്നെയാണോ? ഇത് മറ്റേ ഡെബറീസ് എന്തോ ഒരു സംഭവമല്ലേ? ഓക്കെ, നമുക്കിതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം. അത് ഒരെണ്ണേ ഉള്ളൂ. അതെത്ര 16 കണ്ട് വേണമെന്ന് തോന്നുന്നു. നമ്മുടെ ഫുൾ ആർമർ അല്ല, ഇതാവാൻ എന്തുവാ, നമ്മുടെ നെതർ ആർമർ ആവാൻ, നെതറൈറ്റ് ആർമർ ആവാൻ ഇതൊക്കെ ഇത് വേണം. ഒക്കെ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വെച്ചേക്കാം. ഇവിടെ കിടന്ന് കിട്ടിയതാണ് നമുക്ക്. നമുക്ക് ഇതെല്ലാം ബ്ലോക്കെല്ലാം പൊളിച്ചെടുത്താണ്. ഓക്കെ, ഇനി നമുക്ക് എവിടെ സെറ്റാക്കുന്നേ, അതായത് നമ്മൾ വീട് വെക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പേ നമുക്ക് ഈ പാറയൊക്കെ ഇരിക്കുന്ന എല്ലാം നമുക്ക് പൊട്ടിച്ചെടുക്കാം. കാരണം ഇതിനകത്ത് തന്നെ കാണാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നിന്നൊരു എമറൽഡ് ഇട്ടിട്ടുണ്ട്. അത് സിൽക്ക് ടച്ചിൽ എടുക്കാൻ പറ്റിയില്ലായിരിക്കും. ഓക്കെ, അത് മൊത്തം കൂട്ടിപ്പോയിരിക്കും. സിൽക്ക് ടച്ച് വല്ലതും വേണമായിരിക്കും. ഓക്കെ, ഇതിനകത്തുണ്ടോ? ഇതിനകത്ത് ലാപ്പിക്സ്. ഓക്കെ, നിങ്ങൾ ഈ വീൽഡ് ജനറേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നോക്കുക. ഇതൊരു സീഡാണ്. ഇതല്ല, ഈ വീൽഡിൻ്റെ സീഡാണ്. സീഡ് വെച്ചിട്ടാണ് നമ്മൾ ലെറ്റ്സ് പ്ലേ കാണുന്നത്. വേറൊരു മോഡും ഇല്ല ഇതിനകത്ത്. ഓക്കെ, നമ്മുടെ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ബെഡ് വെച്ചിട്ടുണ്ടാക്കി. ഓക്കെ, ഇവിടെ നമ്മളൊരു ഫർണസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കയ്യിലോട്ടിട്ട് സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വീടിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ കല്ലൊക്കെ മൈൻ ചെയ്തെടുത്തിട്ട് ഇവിടെ നിന്നാണ് ഇവിടെ ഒരു വലിയൊരു ഗുഹ പോലെ ഉണ്ടാക്കി. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് മൈനിങ് ഏരിയ വേണമെങ്കിൽ സെറ്റാക്കാം അവിടെ. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. നമ്മൾ വീടുണ്ടാക്കാം. ഓക്കെ, വീടുണ്ടാക്കാനുള്ള സ്ഥലവും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ വീടുണ്ടാക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് മൊത്തം സെറ്റാക്കി ഒരു ഇതാക്കണം. അപ്പം മരം വേണം ഇതിനായിട്ട്, മരവും വേണം, നമ്മുടെ കോബിൾ സ്റ്റോണും വേണം. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി വീടുണ്ടാക്കാം. ഓക്കെ, ഞാൻ ഈ കാണിക്കുന്നതാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ അളവ് കുഴിച്ചിട്ടങ്ങനെ ഈ കുഴിയിൽ നമുക്കൊന്ന് കുഴിച്ചെടുക്കാം. നിങ്ങളെന്നെ അധികം ലാഘടിപ്പിക്കാതെ ഇത് പെട്ടെന്ന് കാണിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഈ ഓരോ മൂലയിലും നമുക്കൊരു വുഡ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാ മൂലയിലും വെച്ച് കൊടുക്കണം. ഇവിടെ തെറ്റിപ്പോയി. ഓക്കെ, എല്ലാ മൂലയിലും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇവിടെ ഇത്ര നീളം വരുന്നതുകൊണ്ട് നമ്മൾ നടുക്കൊരു വുഡ് വെച്ച് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒരു സ്ഥലം വരുന്നില്ലേ, അവിടെയെല്ലാം നിങ്ങൾ കോബിൾ സ്റ്റോൺ വെച്ച് അടയ്ക്കുക. ഓക്കെ, ഇവിടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നടുക്കൊരു വുഡ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നീളം വരുന്നുണ്ട് അതുകൊണ്ട്. ഓക്കെ, അത് കൃത്യം ഒരു നടുവ് വെക്കുക. അപ്പോൾ അതാകുമ്പോൾ ഓക്കെ, ഇപ്പുറത്തൊരു വുഡ് വെച്ചായിരുന്നു, അതാ നേരെ നമ്മൾ വെക്കാൻ നോക്കുക. ഓക്കെ, അത് വരുമ്പം ഇത് പൊട്ടിച്ച് മാറ്റാം. ആ ഫ്രണ്ടിലുള്ള ആ നേരെ വെക്കാം നമുക്ക്. അതിങ്ങനെ വരുന്നുണ്ട്, നോക്കാം. അത് കൃത്യ അളവാണോ നോക്കിയാൽ മതി. അങ്ങോട്ടുള്ള ബ്ലോക്കും ഒരു ഇത് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, നമ്മൾ അത് സെറ്റാക്കാം. അവിടെ വാതിൽ വരുന്നതാണ് ഈ സൈഡിൽ, അത് റൈറ്റ് സൈഡിൽ വാതിൽ വരുന്നതാണ്. ഓക്കെ, അതിവിടെ ഇട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ സെറ്റായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വെക്കണം. ഇവിടെ ഒരു വുഡ് വെക്കേണ്ടതാണ്. എന്നിട്ട് ഈ ഇടയുള്ളിടത്തെല്ലാം നമുക്ക് കോബിൾ സ്റ്റോൺ വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം. ഇത് മൊത്തം അങ്ങനെ അടച്ചു കൊടുക്കാം.
ഒരു ടൈം ലാപ്സാണ് കാണിക്കാൻ പോകുന്നത്, എല്ലാം സ്പീഡ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് അത് കണ്ടിട്ട് വരാം. ഓക്കെ, ഇത്രയും നിങ്ങൾ കണ്ട് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മളിവിടെ മൊത്തം തറ പണിതു. ഓക്കെ, ഇനി നമ്മൾ വുഡ് വെച്ച് നമ്മൾ ഇതെടുക്കുകയാണ്. അത് 4 ബ്ലോക്കാണ് എടുക്കേണ്ടത്. വുഡ് മണ്ടയിലോട്ട് നമ്മൾ ഇത് എന്നാ ഇതിനെന്ത് പറയുമല്ലോ. ഓക്കെ, ഞാൻ അത് മറന്നുപോയി. ഇപ്പോൾ ഈ സംഭവം 4 വുഡ് വെച്ചാണ് മണ്ടയിലോട്ട് ചെയ്യേണ്ടത്. കണ്ടില്ലേ? ഓക്കെ, എന്നിട്ടത് ക്രോസ് ബാർ അടിക്കുക. പിന്നെ ഇങ്ങനെ ഇതെല്ലാം നമുക്ക് നോട്ടി കൊടുക്കാം. അതെല്ലാം ക്രോസ് ബാർ അടിക്കുക. ഓക്കെ, നമ്മളെല്ലാം അത്യാവശ്യം എല്ലാ സെറ്റിങ്ങുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കോബിൾ സ്റ്റോൺ എടുത്ത് നമുക്ക് ഫർണസ് വെച്ച് നമ്മുടെ സ്റ്റോൺ ആക്കണം. എന്നിട്ട് സ്റ്റോൺ ബ്രിക്ക് ഉണ്ടാക്കണം ഈസ്. അപ്പോൾ അതിനായിട്ടുള്ള സംഭവമാണ്. അപ്പം ഈ സ്റ്റോണ് 4 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ക്രാഫ്റ്റിംഗ് ടേബിളിനകത്ത് വെച്ച് സ്റ്റോൺ ബ്രിക്കാക്കും. ഓക്കെ, കണ്ടില്ലേ? സ്റ്റോൺ ബ്രിക്ക് അത് 20 ഉണ്ടാക്കും. എന്നിട്ട് അത് വെച്ചാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോൺ ബ്രിക്ക് ഒരു കുറച്ചെണ്ണവും പിന്നെ സ്റ്റോൺ സ്റ്റെയർസും വേണമെങ്കിൽ അത് വെച്ചാണ് നമ്മൾ. പിന്നെ ഗ്ലാസ്സും ഇതിനകത്ത് ആവശ്യമാണ്. അപ്പം നമുക്ക് സാൻഡ് വേണം. ഇനി സാൻഡിനായിട്ട് നമുക്ക് കുഴിയാൻ പോവാം. ഓക്കെ, മഴയായിട്ട് കിടന്നുറങ്ങാൻ നോക്കിയാൽ പറ്റില്ല. ഓക്കെ, നമുക്കിനി നേരെ ഓടി നമുക്ക് നേരെ നമ്മുടെ സാൻഡ് അങ്ങ് എടുക്കാം. സാൻഡ് ഇവിടെ അടുത്തുള്ളതുകൊണ്ട് നമുക്ക് സെറ്റാകും. അപ്പോൾ സാൻഡ് എടുത്ത് നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കണം. ഗ്ലാസ് അപ്പം ഓക്കെ, നമുക്ക് സാൻഡ് ആദ്യം എടുക്കുക. അത് ഇനി ബാക്കി ഞാൻ പറയാം. ഓക്കെ, സാൻഡൊക്കെ നമ്മളെടുത്തു. സാൻഡ് എടുത്തിട്ട് നമ്മൾ ഫർണസ് വെച്ചിട്ടുണ്ട് ഗ്ലാസ് ആക്കാൻ. അതിന് കുറച്ച് നേരം എടുക്കും ആയിട്ടുണ്ട്. 21 മതിയായിരിക്കും. ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. ഓക്കെ, ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് ഗ്ലാസ് പെയിനാക്കണം. ഓക്കെ, അതാണ് നമ്മൾ വേണ്ടത്. നമുക്കതാണ് വേണ്ടത്. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. ആദ്യമേ ഇവിടെ എത്ര അത് കുഴപ്പമില്ല. നമ്മൾ ഇവിടുന്ന് എല്ലാത്തിൻ്റെയും ഭിത്തിയുടെ സൈഡിലും ഇങ്ങനെ ചെയ്യുക. അവിടുന്ന് ആ ഒരു സൈഡിൽ 3 നമ്മുടെ ബ്രിക്ക് വെക്കുക. എന്നിട്ട് മണ്ടയിൽ നമ്മൾ 3 സ്റ്റെയർ വെക്കണം. ബ്രിക്ക് സ്റ്റെയർ. നമ്മൾ സ്റ്റെയറും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയറും നമ്മളിങ്ങനെ മണ്ടയിലോട്ട് ഇങ്ങനെ വെക്കണം. 3 എണ്ണം വെച്ചിട്ട് നമ്മൾ ഗ്ലാസ് പെയിലില്ലേ,
അത് നമ്മൾ നേരെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഗ്ലാസ് പെയില് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അത് നമ്മുടെ കയ്യിലോട്ട് എടുക്കാം. ഓക്കെ, ഇനി അത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് 3 ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, കൃത്യമായിട്ട് വെക്കണം. അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ വെക്കുന്ന ഈ സ്റ്റെയർ വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു സ്റ്റൈൽ കിട്ടും. നമ്മൾ സിമ്പിളും അതുപോലെ തന്നെ മോഡേണും ആയിട്ടുള്ള വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ എല്ലാം ചെയ്ത് കൊടുക്കാം. ഈ 2 സൈഡിൽ നമുക്ക് പിന്നെ ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. അവിടെ നമ്മൾ സാധാരണ മൊത്തം ഇത് ഫ്ലാറ്റ് ആക്കിയാൽ മതി. ഓക്കെ, ഓക്കെ, അതുപോലെ നമ്മൾ എല്ലായിടത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മൾ ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ തന്നെ എത്രയായാലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക എല്ലായിടത്തും. ഓക്കെ, ഇവിടെയായിട്ട് നമ്മൾ നേരെ മൊത്തം ബ്രിക്ക് വെച്ച് അടച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സ്റ്റെപ്പ് വരുന്നതാണ്, സ്റ്റേഴ്സ് വരുന്നതാണ്. അതുകൊണ്ട് എല്ലാം സെറ്റാക്കാം. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്ന പോലെ ഇവിടെ നമ്മൾ ഗ്ലാസ്സിന് വരും ഡോർ വെച്ചു. അതാണ് നമ്മുടെ എൻട്രൻസ് അകത്തോട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ മണ്ടയിലോട്ടൊരു നിലയും കൂടെ ഉണ്ട്. ആ നിലയും കൂടെ പണിയണം. എന്നാലേ നമ്മുടെ ഈ വീട് മൊത്തം സെറ്റാവുള്ളൂ. ഓക്കെ, ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏകദേശം നമ്മൾ വീട് മൊത്തം 50% നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി 2ാമത്തെ നിലയും കൂടെ പണിതാൽ നമ്മളെല്ലാ വീടും സെറ്റായി. ഓക്കെ, നമുക്ക് കുറേ ഇനി ഓക്ക് ലീവ്സ് കളക്ട് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് അതൊരു ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് വീട്ടിൽ കൂടെ വെക്കാം. ഓക്കെ, ഇത് അയ്യോ, എങ്ങനെ ഷീർ ചേർന്നേ? ഓക്കെ, അയ്യോ ഗൈസ്, അതിൻ്റെ കൂടെ വന്ന് പോയി. നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, നമുക്ക് ഈ ഓക്ക് ലീവ്സ് എന്നതിനെന്ന് വെച്ചാൽ നമ്മളൊരു ഭംഗി കൂട്ടാനാണ്. അത് അതിൻ്റെ ഒരു ലുക്ക് ഒക്കെ സെറ്റാക്കാൻ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഈ ജനലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ട്രാപ്പ് ഡോറും കൂടെ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ വെക്കുന്ന പോലെ ഒരു പുല്ല് പോലെ സംഭവം ആയിക്കോളും. അപ്പോൾ അത് അങ്ങനെ നമുക്ക് എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് വേറെ വല്ല ഡിസൈൻ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും. ഓക്കെ, ഇവിടെ കണ്ടോ ഈ സൈഡ്? ഓക്കെ, നമ്മളിനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കുക. നമ്മുടെ സൈഡിലായിട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ 3 ബ്ലോക്ക്, പിന്നെ എന്നിട്ട് അങ്ങോട്ട് എത്തി. അത് കഴിഞ്ഞ് ഞാൻ മുമ്പേ കാണിച്ച പോലെ ഇവിടെ 2 ബ്ലോക്ക് വെക്കുക. എന്നിട്ട് മണ്ടയിൽ 2 സ്റ്റെയർ വെക്കുക. ഓക്കെ, ഇവിടെ ആയിട്ട് ഒരു സ്റ്റെയർ, ഇവിടെ ആയിട്ട് സ്റ്റെയർ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടും. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെയറിൻ്റെ ഒരു ഇതാണ്, സ്റ്റെയർ വെക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ ലീവ്സ് ഇവിടെ 2 വെച്ച് കൊടുക്കുക. അയ്യോ, നമ്മൾ താഴോട്ട് പോയി. ഓക്കെ, ഇനി ഈ ഇതാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത് മണ്ടയിലോട്ട് കയറാനുള്ള. ഇതിൻ്റെ അടിയിൽ ഓക്കെ, ഇനി ഓക്ക് പ്ലാങ്ക്സ് എടുത്തിട്ട് നമുക്കൊരു തട്ട് വെച്ച് കൊടുക്കാം. മണ്ടയിൽ ഇതുണ്ടോ, ഇതുപോലെ എല്ലായിടത്തും നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു തട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ താഴെ നമുക്കിനി സ്റ്റേഴ്സ് വെക്കണം. സ്റ്റേഴ്സ് നമുക്ക് എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഇനി നമുക്കിത് 1 2 3 4 ഓക്കെ, അതുപോലെ നമുക്ക് എല്ലായിടത്തും വെച്ച് കൊടുക്കാം. ഇവിടെ 1 2 ഓക്കെ, നമുക്കിവിടെ എല്ലാം വെച്ച് കൊടുക്കാം. താഴെ കൂടെ വെക്കാം. ഓക്കെ, ഇതുപോലെ എല്ലായിടത്തും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മണ്ടയിലോട്ട് കയറാനുള്ള ഒരു മണ്ടലത്തെ നിലയും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ പണിയണം. അത് ഇതേ രീതിയിലാണ് നമ്മൾ താഴെ പണിത പോലെ തന്നെയാണ്. ഇവിടെ ഒരു ഓക്ക് ബ്ലാങ്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ അടഞ്ഞിട്ടാൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മണ്ടയിലോട്ട് കയറും. ഇവിടുത്തെ സംഭവം ഇനി ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇവിടെ മൊത്തം പ്ലാങ്ക്സ് വെച്ച് അടച്ചിട്ടുണ്ട് നമ്മുടെ മേൽക്കൂര. ഇവിടെ നമ്മൾ പിന്നെ ഇവിടുത്തെ ഒരു വർക്ക് വാർത്തിട്ടുണ്ട് നമ്മൾ പ്ലാങ്ക്സ് വെച്ചിട്ട്. ഇവിടുന്ന് നമുക്കൊരു 4 അടി നമ്മൾ താഴത്തെ പോലെ തന്നെ 4 നമ്മൾ ഇതിനെന്താ പറയുന്നത് നമുക്കറിയത്തില്ല, മറന്നുപോയി. ഇതുപോലെ നമ്മൾ 4 ബ്ലോക്ക് മണ്ടയിലോട്ട് വെച്ച് പോവുക. അതാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ പൊക്കം. അപ്പോൾ നല്ലൊരു ഇത് കിട്ടും.
താഴത്തെ അതുപോലെ തന്നെ വെക്കണം നമ്മൾ. താഴത്തെ ആ ഒരു അതായത് താഴത്തെ നമ്മൾ വുഡ് വെച്ചില്ലേ നേരെ ഇതുപോലെ, അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു പൊക്കത്ത് തന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ പൊക്കി വെക്കണം. ഓക്കെ, നമുക്ക് എല്ലായിടത്തും അങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മളെല്ലായിടത്തും വെച്ച് അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചെയ്തുണ്ടോ? ഓക്കെ, അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ക്രോസ് ബാർ അടിച്ചു. ഓക്കെ, ഒരു രീതിയിലാണ് അടിച്ചേക്കുന്നത്. ഓക്കെ, ഇതുണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു സംഭവമാണ്, അവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അത് എല്ലാവർക്കും ചെയ്യാൻ എളുപ്പമായിരിക്കും, അത് ഞാൻ കാണിച്ചിട്ട് ആവശ്യമില്ലായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റെയർ വെച്ചായിരുന്നു. ഓക്കെ, ഇനി നമുക്കൊന്ന് പോയി ഉറങ്ങാം. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നമ്മുടെ മറ്റേ കല്ലിൻ്റെ തന്നെ മതിൽ, ഓക്കെ, ആ സംഭവം വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതിന് നമ്മൾ വെട്ടം കൊടുക്കുന്നത് ലാൻഡേൺ വെച്ചിട്ടാണ്, അതാകുമ്പോൾ ഇച്ചിരി കൂടെ ലുക്ക് കിട്ടും. ഇതുപോലെ മതിൽ വെച്ചിട്ട് അതിൻ്റെ മണ്ടേ നമ്മുടെ ലാൻഡേൺ എടുത്ത് വെക്കണം. കണ്ടോ ലാൻഡേൺ? പക്ഷേ ലാൻഡേൺ ഇച്ചിരി കൂടെ എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ അതേ, പക്ഷേ നമ്മൾ മൈനിങ്ങിൽ പോയി ഇച്ചിരി അയം കൊണ്ടുവന്നായിരുന്നു, അത് വെച്ചാണ്. ഓക്കെ, അത് വെച്ചാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷേ നമ്മുടെ 4 എണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇത്ര അയനേ ഉള്ളൂ. ഇനി വരുന്ന സമയങ്ങളിൽ ഇതിനകത്ത് മൊത്തം നമുക്ക് സെറ്റാക്കാം. ഇവിടെ ഒരെണ്ണം വെച്ചേക്കാം, ഇവിടെ ഒരു ലാൻഡേൺ. ഓക്കെ, അപ്പം നല്ലൊരു ലുക്കായിരിക്കും ഇവിടെ മൊത്തം. ഓക്കെ, ഇനി നമുക്ക് താഴെ ഇതുണ്ടോ, ഇതുപോലെ നമ്മൾ ബ്രിക്ക് വെച്ച പോലെ തന്നെ മണ്ടയിലും അതുപോലെ വെക്കണം. അപ്പം നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമുക്കിത് നമ്മൾ അതുപോലെ താഴത്തെ പോലെ തന്നെ സെറ്റാക്കുവാണ്. ഇവിടെ അയ്യോ ഇച്ചിരി മാറിപ്പോയി, ഇവിടെ വെക്കാം. ഈ താഴത്തെ മാറ്റണമല്ലേ, നമ്മുടെ പിക്കാക്സ് പൊട്ടിപ്പോയി ഗൈസ്. നമ്മൾ അയൺ നമ്മൾ കളക്ട് ചെയ്യാൻ പോയപ്പോഴായിരിക്കും പിക്കാക്സ് പൊട്ടിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി ഗൈസ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളൊന്ന് ഉറങ്ങി എണീറ്റു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഗൈസ് നമ്മുടെ വീടിനകത്ത് മൊത്തം സോംബി. ഓക്കെ, എങ്ങനെ കയറിയെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നുന്നു വാതിൽ നേരത്തെ ഇല്ലാത്തപ്പോൾ എങ്ങനെ അങ്ങോട്ട് കയറിയതെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചില്ലാതെ എണ്ണം വരുന്നുണ്ട്. അമ്മരെല്ലാം നമുക്ക് തൂക്കാം. വാടാ, അമ്മര് വെളി വന്നപ്പോൾ അത് പിടിച്ചു ഇപ്പോൾ പോയി. ഓക്കെ, അടുത്ത വാ, ഇനിയുണ്ട് ഗൈസ്, ഇനി അതിനകത്തുണ്ട്. അതെ വരുന്നുണ്ട് 3 എണ്ണം ഉള്ളൂ. ഒന്നത്തേക്കൊന്നും ഇപ്പോൾ ഒരെണ്ണം കൂടെ കൊല്ലാം. വാ, എടുത്ത് ഈസി. കിന്നുണ്ടോ? ഇന്നില്ലേ. അപ്പം നമ്മുടെ സെറ്റാക്കിയെല്ലാം മണ്ടയിലത്തെ എല്ലാം സെറ്റാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് അടച്ചിട്ടേക്കാം, അല്ലെങ്കിൽ വീണ്ടും സോംബി കയറും. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ ഇത്രയും ചെയ്തു. ഇനി നമുക്കിനി സെറ്റ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ ഇവിടെയായിട്ട് നമുക്കൊരു ബ്ലോക്ക് വെച്ചിടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെയാണ് പണിത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഈ സംഭവം ചെയ്യാം. ഡോർ അവിടെ പണിതു, അവിടെ ഒരു ഗ്ലാസ് വെച്ച് സെറ്റാക്കി. പിന്നെ നമ്മൾ ഈ മതിലിൻ്റെ അവിടെ ഒരു 3 ഇത് വെച്ചായിരുന്നു, കണ്ടില്ലേ? അവിടെ നമ്മൾ മതിൽ ഫുള്ള് ഇതെടുത്തിട്ട് മാറ്റിയിട്ട് അവിടെ ഒരു വുഡിൻ്റെ അതും കൂടി വെച്ചിട്ടുണ്ട്. എൻ്റെ എന്നാന്ന് പറയുന്നത് ഇത് അറിയത്തില്ല. ഓക്കെ, ആ സംഭവം വെച്ചു. ഓക്കെ, എന്നിട്ട് ഇതങ്ങ് ഇവിടെ ഇടണം, എക്സ്ട്രാ അറിയാതെ അങ്ങ് വെച്ചാണ്. ഓക്കെ, ഇനി അതങ്ങ് മാറ്റി, ഇത് അങ്ങ് മാറ്റാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ അക്കാഷ്യ പ്ലാങ്ക്സ് എന്നാന്ന് തോന്നുന്നു. അക്കാഷ്യ അത് നമ്മുടെ മറ്റേ ട്രേഡിൻ്റെ മേടിച്ചായിരുന്നു, മറ്റേ ലാമയായിട്ട് നടക്കുന്നത്. അവൻ്റെ കൂടെ ഇപ്പോൾ പോയായിരുന്നു. അവൻ്റെ നിന്ന് മേടിച്ചായിരുന്നു. നമ്മളത് ഇവിടെ എവിടെയെങ്കിലും നട്ടു വെക്കാൻ പ്ലാന്. ഇവിടെ നട്ടു വെക്കുക, ഇവിടെയൊക്കെ നട്ടു വെച്ച് ചിലപ്പം മറ്റേ ഈ മരം വെള്ളുമ്പോൾ ഇത് വളരാൻ പറ്റിയായിരിക്കും. ഓക്കെ, നമുക്കിവിടെ വല്ലതും നട്ടു വെക്കാം. ഓക്കെ, ഇവിടെ ആയിട്ടിരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ റൂഫ് പണിയാണ്. അപ്പോൾ റൂഫ് പണിയാൻ വേണ്ടി നിങ്ങൾ ഒരു ഓക്ക് ഈ ബ്ലോക്ക്സ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇത് അതിൻ്റെ ഇവിടെയായിട്ട് ഈ ഒരു ബ്ലോക്ക് ഇട്ടിട്ട് അപ്പുറത്തങ്ങ് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മുടെ സ്റ്റോൺ ബ്രിക്കിൻ്റെ സ്റ്റെയർസ് എടുക്കുക. സ്റ്റോൺ എടുത്തിട്ട് അത് വെക്കുക. നിങ്ങൾ സാധാരണ വീട് വെക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെ എന്നെ ചെയ്യുക. എൻ്റെ വീട് ഒന്ന് ചെയ്ത് തരുന്നപ്പോൾ കുളമായി പോയായിരുന്നു, പക്ഷേ അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇത് ഞാൻ ശരിയാക്കിയായിരുന്നു, പക്ഷേ അത് ഷൂട്ട് ചെയ്തില്ല. ഓക്കെ, നിങ്ങൾ ഫ്രണ്ടിൽ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് സെറ്റാക്കുമ്പോൾ ഇതുപോലെ ആയിക്കോളും.
അപ്പോൾ ആ സെറ്റ് നിങ്ങളത് നോക്കി സെറ്റാക്കിയാൽ മതി. ഓക്കെ, എൻ്റെ സെറ്റാക്കിയപ്പോൾ ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയായിരുന്നു, പിന്നെ അത് ശരിയാക്കി. പക്ഷെ അത് ഞാൻ റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ കണ്ടോ എന്ത് ഭംഗിയെന്നൊക്കെ, നല്ല രസമുണ്ടല്ലേ. കേസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞില്ലേ മുമ്പേ നമ്മൾ മേൽക്കൂരി സെറ്റാക്കുന്ന വീഡിയോ നമ്മുടെ റെക്കോർഡ് ചെയ്തപ്പോൾ കുറച്ച് പ്രശ്നം പറ്റി, നമുക്കത് സേവ് ആയില്ല. ഓക്കെ, നമ്മൾ മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരു ലെയർ നമ്മൾ സ്റ്റോൺ വെച്ചിട്ടാണ്, സ്റ്റോൺ ബ്രിക്ക് സ്റ്റെയർസ് വെച്ചിട്ടാണ്. അത് ബാക്കി ഓക്ക് പ്ലാങ്ക്സിൻ്റെ അത് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഈ സ്റ്റോൺ ബ്രിക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ എൻ്റെ ഏറ്റവും ഉണ്ടല്ലേ, അതൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും അങ്ങനെ ചെയ്തത്. ഇപ്പം കണ്ടില്ലേ നമ്മുടെ വീടിൻ്റെ ഭംഗി. ഓക്കെ, നമുക്കിവിടെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ വെക്കാം. ഓക്കെ, ഒന്നുകൂടെ പെട്ടെന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ ഇപ്പം ഭംഗിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് എടുത്ത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ വീട്. ഓക്കെ, ഇതായിരിക്കട്ടെ നമ്മുടെ തമിഴ്നയിൽ കേസ്. അപ്പോൾ നമ്മളങ്ങനെ വീട് പണി തീർത്തിരിക്കുകയാണ്. ഓക്കെ, സക്സസ്ഫുള്ളി നമ്മൾ ഈ വീട് ശരിയാക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മൊത്തം സെറ്റാക്കി. ഓക്കെ, ഈ വീട് പണി എത്ര നേരം എടുക്കുന്നത് ഗൈസ്, നമ്മൾ ഈ പ്ലാനെല്ലാം സെറ്റാക്കി. ഓക്കെ, നല്ല അടിപൊളി. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.